ഹായ് നമസ്കാരം, സക്കീറാണ്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഇപ്പം വെക്കേഷൻ വന്നിരിക്കുകയാണ് അല്ലേ. കുട്ടികളൊക്കെ എക്സാമൊക്കെ കഴിഞ്ഞ് ഇപ്പോൾ ഏപ്രിൽ മെയ് മാസത്തിൽ വെക്കേഷൻ ആയിരിക്കും. ഇനി അല്ലാത്ത സമയത്ത് നമുക്ക് വെക്കേഷൻ ക്ലാസ്സുകൾ പലപ്പോഴും നമുക്ക് ദീർഘമായിട്ട് കിട്ടാറുണ്ട്. സോ വെക്കേഷൻ സമയത്ത് അത് ഇഫക്റ്റീവായിട്ട് യൂട്ടിലൈസ് ചെയ്യുന്ന ആളുകളുണ്ട്. പലപ്പോഴും പാരൻസിനൊക്കെ ചെറിയ കുട്ടികളൊക്കെ വീട്ടിലുണ്ടെങ്കിൽ വളരെ കംപ്ലൈൻ്റ് ആണ്, ഇവരെങ്ങനെ നമുക്ക് 2 മാസം മാനേജ് ചെയ്യാൻ പറ്റും. നമ്മൾ സോഷ്യൽ മീഡിയയിലൊക്കെ ഒരുപാട് ഇവരുടെ കുസൃതികളൊക്കെ കണ്ടിട്ടുണ്ടായിരിക്കും. മാത്രമല്ല വളരെ അപകടം പിടിച്ച ചില കളികളിലേക്കും അല്ലെങ്കിൽ ചില ആക്ടിവിറ്റീസിലൊക്കെ അവർ പോകാറുണ്ട്. പ്രത്യേകിച്ചും കുട്ടികളെ കെയർ ചെയ്യാൻ നമുക്ക് വീട്ടിലൊക്കെ ആളുകളില്ലെങ്കിൽ, പ്രത്യേകിച്ചും പലപ്പോഴും അച്ഛനും അമ്മയും ചിലപ്പോൾ ജോലിക്കാരായിരിക്കും, ചിലപ്പോൾ കുട്ടികൾ മാത്രമായിരിക്കും വീട്ടിലുണ്ടാവുക. സോ നമുക്ക് അശ്രദ്ധമായിട്ട് അവർ പല കളികളിലും ഏർപ്പെടുകയും ചിലപ്പോൾ അപകടങ്ങളൊക്കെ നമ്മൾ പലപ്പോഴും റിപ്പോർട്ട് ചെയ്യപ്പെട്ടത് കണ്ടിട്ടുണ്ടാവും. ഇനിയിപ്പോൾ അങ്ങനെയല്ല, നമ്മൾ വീട്ടിൽ അവരെ നോക്കാൻ അമ്മയോ അല്ലെങ്കിൽ അച്ഛനോ ഉണ്ടെങ്കിൽ തന്നെ ഒരു 2 മാസം മാനേജ് ചെയ്യുക എന്ന് പറയുന്നത് വലിയൊരു ടാസ്ക്കായിട്ട് നമുക്ക് തോന്നാറുണ്ട്. സോ നമുക്ക് ഉപയോഗപ്പെടുത്താൻ പറ്റുന്ന ചില വെക്കേഷൻ ടിപ്പുകളെ കുറിച്ച് അല്ലെങ്കിൽ ടിപ്സാണ് നമ്മൾ ഇവിടെ പറയാൻ പോകുന്നത്. എസ്പെഷ്യലി നമുക്കറിയാം, നമ്മൾ എപ്പോഴും ഒരു ലൈഫ് ലോങ് ലേണിംഗ് എന്ന് പറയുന്ന ഒരു ആക്ടിവിറ്റിയെക്കുറിച്ച് പറയില്ലേ. നമ്മുടെ മനുഷ്യൻ്റെ ജീവിതം എന്ന് പറയുന്നത് പുതിയ പുതിയ കാര്യങ്ങൾ പഠിക്കുക, അത് ഇംപ്ലിമെൻറ്റ് ചെയ്യുക എന്ന രീതിയിലാണ്. ഒരിക്കലും നമ്മുടെ പഠനം കംപ്ലീറ്റ് അല്ല. അപ്പം നമുക്ക് കുട്ടികളെ സംബന്ധിച്ച് ഇപ്പോൾ നമ്മളൊരു കുട്ടി 5ാം ക്ലാസ് വരെ പഠിച്ചു, നെക്സ്റ്റ് ഇയർ 6ാം ക്ലാസ്സിലേക്ക് പ്രൊമോട്ട് ചെയ്യപ്പെടാൻ പോകുന്ന കുട്ടിയാണ്. സോ ഈ ഒരു 2 മാസത്തിൽ ആ കുട്ടിക്ക് ഒരുപാട് വെക്കേഷൻ ആക്ടിവിറ്റീസിൽ ഏർപ്പെടാനുള്ളൊരു അവസരമുണ്ട്. സോ ഞാൻ വളരെ ജനറലായിട്ടാണ് പറയുന്നത്. ചെറിയ കുട്ടികളുണ്ടാവാം, വലിയ കുട്ടികളുണ്ടാവാം, +2 ഒക്കെ കഴിഞ്ഞ കുട്ടികളുണ്ടാവാം. ഇവർക്കൊക്കെയും വെക്കേഷൻ ക്ലാസ്സുകൾ പലതും നമ്മൾ ചൂസ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട 2-3 കാര്യങ്ങളിലേക്ക് നമുക്ക് വരാം. ആദ്യമായിട്ട് നമുക്ക് പാരൻസിന് താല്പര്യമുള്ള ഏതെങ്കിലും ഒരു ആക്ടിവിറ്റി അല്ലെങ്കിൽ വെക്കേഷൻ കോഴ്സിലേക്ക് ഒരിക്കലും ഇവരെ നിങ്ങൾ ദയവേത് ചേർക്കരുത്. പലപ്പോഴും നമ്മളങ്ങനെ ചെയ്യാറില്ല. കുട്ടിയുടെ ഇൻട്രസ്റ്റ് കുട്ടിയോട് ചോദിക്കുക, നമുക്ക് ഈ വെക്കേഷൻ ക്ലാസ് അല്ലെങ്കിൽ വെക്കേഷൻ സമയം നമുക്ക് ഇഫക്റ്റീവായിട്ട് എന്തിനു യൂട്ടിലൈസ് ചെയ്യാം. സോ വളരെ ഫണ്ണായിട്ട് തന്നെ സ്പെൻഡ് ചെയ്യുന്ന കുട്ടികൾ ചിലപ്പോൾ എന്തെങ്കിലും സ്പോർട്സ് ആക്ടിവിറ്റീസ് പ്രാക്ടീസ് ചെയ്യാൻ, ചിലപ്പോൾ നമ്മൾ ബാഡ്മിൻ്റൺ അല്ലെങ്കിൽ ഫുട്ബോൾ, ക്രിക്കറ്റ്, അതല്ലെങ്കിൽ നമ്മൾ ഇൻഡോർ ഗെയിംസ് ആണെങ്കിൽ ചെസ്സ് പോലത്തെ എന്തെങ്കിലുമൊക്കെ, ഇപ്പോൾ ബ്രെയിൻ ഡെവലപ്മെൻറ്റ് ആക്ടിവിറ്റീസൊക്കെ ഉള്ള, സോ ഇങ്ങനത്തെ ഏതെങ്കിലുമൊക്കെ സ്പോർട്സ് ആക്ടിവിറ്റീസ്, കരാട്ടെ തുടങ്ങിയ കാര്യങ്ങളൊക്കെ അവർക്ക് പ്രാക്ടീസ് ചെയ്യാനൊക്കെ താല്പര്യം ഉണ്ടാവുക. സോ അങ്ങനെ പറയുന്ന ആളുകളെ നമ്മൾ അത്തരം കോഴ്സുകളിലേക്ക് നമ്മൾ കൊണ്ടുപോയി ചേർക്കുകയാണെന്നുണ്ടെങ്കിൽ അവർക്ക് ആ ഒരു അവരുടെ എനർജി കൃത്യമായിട്ട് യൂട്ടിലൈസ് ചെയ്യാൻ വളരെ ഹെൽപ്ഫുൾ ആയിരിക്കും. ഓക്കെ. അതുപോലെ തന്നെ ചില കുട്ടികൾ പറയും, കുറച്ചുകൂടെയൊക്കെ നമ്മൾ ഇൻ്റലക്ച്വൽ ലെവലിൽ ചിന്തിക്കുന്ന കുട്ടികളാണെങ്കിൽ അവർ പറയാം ഏതെങ്കിലുമൊക്കെ അവർക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള, അവരുടെ ഹോബിയെ ബേസ് ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ ഇൻട്രസ്റ്റിംഗ് ആക്ടിവിറ്റീസിനോ ബേസ് ചെയ്തിട്ടുള്ള ഏതെങ്കിലും കോഴ്സിനെ കുറിച്ച് പറയാം. ഫോർ എക്സാമ്പിൾ, ചിലർ ഹാൻഡ് റൈറ്റിംഗ് നന്നാക്കാൻ വേണ്ടിയിട്ട് ചിലപ്പോൾ പറയാറുണ്ട്. ഹാൻഡ് റൈറ്റിംഗ് കുറച്ച് മോശമാണെന്ന് തോന്നുന്ന കുട്ടികൾ ചിലപ്പം ഹാൻഡ് റൈറ്റിംഗ് കോഴ്സിലേക്ക് പോകാറുണ്ട്. അതുപോലെ തന്നെ ലാംഗ്വേജ് കോഴ്സുകൾ, എസ്പെഷ്യലി നമ്മളിവിടെ ഇംഗ്ലീഷ് ഒരു ഗ്ലോബൽ ലാംഗ്വേജ് ആയതുകൊണ്ട് തന്നെ സ്പോക്കൺ ഇംഗ്ലീഷ് അല്ലെങ്കിൽ കമ്മ്യൂണിക്കേറ്റീവ് ഇംഗ്ലീഷ് ക്ലാസ്സുകളൊക്കെ ചില കുട്ടികൾ പ്രിഫർ ചെയ്യാറുണ്ട്. നല്ല കാര്യമാണ്. കാരണം സ്കൂളുകളിലെ ഡേ ടു ഡേ ആക്ടിവിറ്റീസ് ചിലപ്പോൾ നല്ലൊരു ലാംഗ്വേജ് ചിലപ്പോൾ അവർക്ക് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടാവില്ല. മാത്രമല്ല ചില കുട്ടികളെ സംബന്ധിച്ച് സൈക്കോളജിക്കലി ബാക്കിയുള്ള കുട്ടികളൊക്കെ നന്നായ രീതിയിലും ഇംഗ്ലീഷ് കൈകാര്യം ചെയ്യുന്ന കുട്ടികളാണെങ്കിൽ ഇവർ കുറച്ച് ബാക്കിലേക്കാണെങ്കിൽ അവർക്കത് പെർഫോം ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടായിരിക്കും, അവരുടെ മുമ്പിൽ പറയാൻ വളരെ ബുദ്ധിമുട്ടായിരിക്കും. സോ ഇത്തരം കുട്ടികൾക്ക് ഒരു 2 മാസം സമയം അവർ ഫ്രീ ആയി നിൽക്കുന്ന സമയത്ത് നമുക്ക് സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ്സുകളോ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അവർക്ക് അടുത്ത അക്കാഡമിക് ഇയറിലേക്ക് പോകുന്നതിന് മുൻപായിട്ട് വളരെ ഫ്ലുവൻ്റ് ആയിട്ട് ഇംഗ്ലീഷ് കൈകാര്യം ചെയ്യാനും അവരുടെ കോൺഫിഡൻസ് ബിൽഡ് ചെയ്യാനും ഇത് വളരെ ഹെൽപ്പ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇതും നല്ലൊരു കാര്യമായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യമാണ്. ദെൻ ഞാൻ അതിന് സപ്പോർട്ടീവായിട്ട് പറയുന്നത്, കുറച്ചൊക്കെ വലിയ ക്ലാസ്സിലെ കുട്ടികളാണ്, ഒരു 8ാം ക്ലാസ്സൊക്കെ കഴിഞ്ഞ കുട്ടികളോ, ഇനി അതല്ല ഏത് ക്ലാസ്സിലാണെങ്കിലും വലിയ കുട്ടികളാണെങ്കിൽ പ്രത്യേകിച്ചിട്ടും ഇപ്പോൾ നമുക്കറിയാം, അപ്പാർട്ട് ഫ്രം ഇംഗ്ലീഷ് ഇംഗ്ലീഷിനും അപ്പുറം പല ലാംഗ്വേജും പ്രാക്ടീസ് ചെയ്യുന്ന ആളുകളുണ്ട്. ഇപ്പോൾ ചൈനീസ് പഠിക്കുന്ന ആളുകളുണ്ട്, ഫ്രഞ്ചോ ലാറ്റിനോ അല്ലെങ്കിൽ അറബിക്കൊക്കെ പ്രാക്ടീസ് ചെയ്യുന്ന ആളുകളുണ്ട്. സോ ഒരു കമ്മ്യൂണിക്കേറ്റീവ് ലെവലിലും ഈ 2 മാസം കൊണ്ട് നമുക്ക് പലപ്പോഴും ഓൺലൈനായിട്ടോ അല്ലെങ്കിൽ ഓഫ്ലൈനായിട്ടോ തന്നെ പല ലാംഗ്വേജുകളും പഠിക്കാനുള്ള ലാംഗ്വേജ് ഹബ്ബുകൾ നമ്മുടെ ഇവിടെ ഉണ്ട്. അപ്പോൾ പലപ്പോഴും +2 ഒക്കെ കഴിഞ്ഞിട്ട് ജർമ്മനിയിലേക്ക് പോകുന്ന മൈഗ്രേറ്റ് ചെയ്യുന്ന കുട്ടികളൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും. അപ്പോൾ അവർക്ക് ജർമ്മൻ ലാംഗ്വേജ് കമ്പൾസറിയാണ്. അപ്പോൾ ജർമ്മൻ ലാംഗ്വേജ് ഇപ്പോൾ നമുക്കിവിടെ പഠിക്കാനുള്ള പല ഇൻസ്റ്റിറ്റ്യൂഷൻസിൽ സൗകര്യമുണ്ട്. സോ ഇത്തരത്തിലുള്ള അവർക്ക് താല്പര്യമുള്ള, ഭാവിയിൽ ഉപയോഗപ്പെടാൻ സാധ്യതയുള്ള ഏതെങ്കിലുമൊക്കെ ഫോറിൻ ലാംഗ്വേജ് പഠിക്കാൻ വേണ്ടിയിട്ട് ഈ 2 മാസം നമുക്കൊരു ഫൗണ്ടേഷൻ കോഴ്സ് പോലെയും, പിന്നെ അവർക്കത് കണ്ടിന്യൂ ചെയ്ത് പോകാൻ താല്പര്യമുണ്ടെങ്കിൽ ഒരു 1-2 ലാംഗ്വേജ് ആ കുട്ടിയുടെ കയ്യിൽ നന്നായിട്ട് കിട്ടും. അപ്പോൾ ഇതും നല്ലൊരു ഇൻട്രസ്റ്റിംഗ് ആക്ടിവിറ്റി ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യമാണ്. ദെൻ മൂന്നാമത് എനിക്ക് സജസ്റ്റ് ചെയ്യാനുള്ള കാര്യങ്ങൾ, ഇപ്പോൾ നമുക്ക് ഈ സോഷ്യൽ മീഡിയയൊക്കെ നിറഞ്ഞു നിൽക്കുന്ന ഒരു സമയമാണ് അല്ലേ. ഇപ്പോൾ പല ആളുകളും സോഷ്യൽ മീഡിയ ആക്ടിവിറ്റീസ് നമ്മളിപ്പം ഇൻസ്റ്റ ആണെങ്കിലും അല്ലെങ്കിൽ പിന്നെ പല രീതിയിൽ നമുക്ക് പിന്നെ യൂട്യൂബ് ചാനൽസിലാണെങ്കിൽ വീഡിയോ എഡിറ്റിംഗ്, അതല്ലെങ്കിൽ നമ്മൾ ഗ്രാഫിക് ഡിസൈനിങ്, ഇത്തരം കാര്യങ്ങളൊക്കെ കുട്ടികളും പലർക്കും നമുക്കറിയാം ഇപ്പം പല ടൂളുകളും പല ആപ്പുകളും ഉണ്ട് നമുക്ക്. പക്ഷെ അതൊന്നും തന്നെ ഒരു പ്രൊഫഷണൽ ഔട്ട് നമുക്ക് പലപ്പോഴും തരാറില്ല അല്ലേ. ഇപ്പം നമുക്ക് ചെറുതായ രീതിയിൽ ഒന്നും ചെയ്യാത്ത ഒരാളെ സംബന്ധിച്ച് നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ എയുടെ സഹായത്താടോ അല്ലാതെയൊക്കെ ചിലപ്പോൾ നമുക്ക് ഏതെങ്കിലും ഒരു പോസ്റ്ററൊക്കെ ചിലപ്പോൾ ഒന്ന് കിട്ടും.
പക്ഷേ അതിൻ്റെ പ്രൊഫഷനിസം വളരെ കുറവായിരിക്കും. സോ പ്രൊഫഷണൽ ലെവലിൽ അവർക്ക് ഇതുപോലത്തെ ഗ്രാഫിക് ഡിസൈനിങ് കോഴ്സുകളൊക്കെ 2 മാസം കൊണ്ട് ചെയ്യാൻ പലപ്പോഴും പറ്റാറുണ്ട്. പക്ഷേ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, കുട്ടിക്ക് ഇതിൽ ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ മാത്രമാണ് നമ്മളിതിലേക്ക് പറഞ്ഞേക്കാൻ പാടുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ ഒരിക്കലും ആ ഒരു ടൈം അവരെ സംബന്ധിച്ച് വേസ്റ്റ് ആവും. അതല്ലെങ്കിൽ നമുക്കിപ്പോൾ വീഡിയോ എഡിറ്റിംഗ് പഠിക്കുക, അപ്പോൾ വീഡിയോ ഷൂട്ടിംഗ് പഠിക്കുക, അല്ലെങ്കിൽ ഫോട്ടോഗ്രാഫി പഠിക്കുക, ഇത്തരത്തിലുള്ള ഷോർട്ട് ടേം കോഴ്സുകളൊക്കെ നമ്മൾ പ്രൊഫഷണലായിട്ട് 2 മാസം ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അവർക്ക് ഭാവിയിൽ ഈ ഒരു ഫീൽഡിൽ സ്വന്തമായിട്ട് തന്നെ ഇത്തരം പ്രൊഡക്ഷൻസൊക്കെ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുകയും അതുപോലെ തന്നെ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ ഇത്തരം വർക്കുകളൊക്കെ ചെയ്തിട്ട് അവർക്ക് സ്വന്തമായിട്ടൊരു പോക്കറ്റ് മണി സമ്പാദിക്കാനുള്ള ഒരു ഓപ്ഷൻ കൂടെ ഇവിടെ നമുക്ക് തുറന്നു കിട്ടുന്നുണ്ട്. സോ ഇത്തരം സ്കിൽ ബേസ്ഡ് ആയിട്ടുള്ള കോഴ്സുകൾ ഈ വെക്കേഷൻ ക്ലാസ്സിൽ ഇഫക്റ്റീവായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, പ്രാക്ടീസ് ചെയ്തെടുക്കാൻ പറ്റും. പിന്നെ നമുക്ക് നാലാമത് എനിക്ക് പറയാനുള്ള കാര്യം, പണ്ട് കാലത്തൊക്കെ നമ്മൾ പലപ്പോഴും കമ്പ്യൂട്ടറിൻ്റെ ഉപയോഗം വളരെ റയറായിരുന്ന സമയത്ത്, ചില വീട്ടിൽ കമ്പ്യൂട്ടർ ഉണ്ടാവില്ല, ഇന്നത്തെ പോലത്തെ സ്മാർട്ട് ഫോണുകളില്ല, ആ സമയത്ത് വളരെ എല്ലാവരും ഉപയോഗപ്പെടുത്തിയൊരു കാര്യമായിരുന്നു അല്ലേ കമ്പ്യൂട്ടർ കോഴ്സുകൾ, വെക്കേഷൻ ക്ലാസ്സുകൾ. ഇപ്പോൾ പലപ്പോഴും സ്കൂളുകളിൽ തന്നെ നമുക്ക് IT ഉണ്ട്, കമ്പ്യൂട്ടറൊക്കെ അത്യാവശ്യം നമുക്ക് ഉപയോഗിക്കാനുള്ള കമ്പ്യൂട്ടറിങ്, ഈവൻ കോഡിംഗ് വരെയുള്ള ചെറിയ രീതിയിലൊക്കെ ക്ലാസ്സുകൾ നമുക്ക് സ്കൂളിൽ തന്നെ അവൈലബിൾ ആണ്. പക്ഷേ ഇതിൻ്റെയൊക്കെ ഹയർ ലെവൽ കാര്യങ്ങൾ, ഇപ്പോൾ നമുക്കൊരു കോഡിംഗ് താല്പര്യപ്പെടുന്നൊരു കുട്ടിയാണ്, അല്ലെങ്കിൽ ചെറിയ ചെറിയ ഗെയിമുകളൊക്കെ ഉണ്ടാക്കാൻ താല്പര്യപ്പെടുന്ന കുട്ടിയാണെന്നുണ്ടെങ്കിൽ അവർക്ക് ഈ വെക്കേഷൻ സമയത്ത് ഒരു ഫുൾ ടൈം കോഴ്സിലേക്ക് തന്നെ അവർ ചേർക്കുകയാണെന്നുണ്ടെങ്കിൽ വളരെ പ്രൊഫഷണലായിട്ടും അവർക്ക് ആ ഒരു, ഇപ്പോൾ നമുക്ക് കോഡിങ്ങിൻ്റെയൊക്കെ നമുക്ക് ഏതെങ്കിലുമൊക്കെ നമ്മൾ ഇപ്പം ചെറിയ പ്രോഗ്രാമിംഗ് തൊട്ട് അല്ലെങ്കിൽ പൈത്തൺ പോലെയുള്ള പ്രോഗ്രാമിംഗ് വരെ കുട്ടികൾ വളരെ നല്ല രീതിയിൽ കൈകാര്യം ചെയ്യുന്നുണ്ട്. അപ്പോൾ കോഡിംഗ് ആക്ടിവിറ്റീസിലൊക്കെ താല്പര്യമുള്ള കുട്ടികൾക്ക് ഈ 2 മാസം നമുക്ക് കോഡിംഗ് ആക്ടിവിറ്റീസിൽ കമ്പ്യൂട്ടർ എഡ്യൂക്കേഷൻ നമുക്ക് കൊടുക്കാൻ പറ്റും. അതുപോലെ തന്നെ നമുക്ക് ഈ ഡിസൈനിങ് കോഴ്സുകൾ, അതുപോലെ തന്നെ ഈ വിഷ്വൽ മീഡിയ കോഴ്സുകളൊക്കെ അവരെ കൊണ്ട് പ്രാക്ടീസ് ചെയ്യുകയാണെങ്കിൽ ആ ഒരു കാപ്പബിലിറ്റി ഉള്ള കുട്ടി, ആ ഒരു ഇൻട്രസ്റ്റ് ഉള്ള കുട്ടിയാണെങ്കിൽ ഈ വെക്കേഷൻ സമയത്ത് നല്ല രീതിയിൽ ഇതിൽ പെർഫോം ചെയ്യാൻ പറ്റുകയും തുടർന്നിട്ട് വരുന്ന സമയങ്ങളിൽ കുട്ടിക്ക് പഠനത്തോടൊപ്പം തന്നെ ഈ ആക്ടിവിറ്റീസ് കൊണ്ടുപോകാനും ഈ കുട്ടിയുടെ ശ്രദ്ധ, ഫോക്കസ് ഇത്തരം മേഖലയിലേക്ക് ആവുന്നതോടുകൂടെ കുട്ടി വേറെ ഏതെങ്കിലും കൺവേർട്ടഡ് ആയിട്ടുള്ള കാര്യങ്ങളിലേക്ക് എൻഗേജ് ചെയ്യാനുള്ള, ടൈം വേസ്റ്റ് ആകുന്ന രീതിയിൽ എൻഗേജ് ചെയ്യാനുള്ള സാധ്യത നമുക്ക് കുറക്കാനും കൂടെ പറ്റും. സോ വെക്കേഷൻ സമയത്ത് ഇത്തരം കോഴ്സുകളിൽ ഇതിപ്പോൾ ഞാൻ പറയുന്നത് ഏത് ഏജ് ഗ്രൂപ്പിലെ കുട്ടികൾക്ക് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ്. ഇത്തരം നല്ല പ്രൊഡക്റ്റീവായിട്ടുള്ള കോഴ്സുകളിലേക്ക് നിങ്ങൾ അവർ ചേർക്കുകയാണെന്നുണ്ടെങ്കിലും വളരെ നന്നായിട്ട് അവർക്ക് പെർഫോം ചെയ്യാൻ പറ്റും. ഇതിനെ കൺക്ലൂഡിംഗ് ആയിട്ട് എനിക്ക് പറയാനുള്ളൊരു കാര്യം, ചിലപ്പോൾ നമുക്ക് നെഗറ്റീവ് തോട്ടായിട്ട് ഇപ്പോൾ തോന്നാം. പലപ്പോഴും നമ്മൾ പറയും പബ്ലിക് സ്പീക്കിംഗ് കോഴ്സുകളൊക്കെ അല്ലെങ്കിൽ പേഴ്സണാലിറ്റി ഡെവലപ്മെൻറ്റ് കോഴ്സുകളിലേക്കൊക്കെ കുട്ടികളെ കൊണ്ടുപോയി ചേർത്താൽ വളരെ നല്ലതാണ്. ശരിയായിരിക്കാം. പക്ഷേ ഈ പബ്ലിക് സ്പീക്കിംഗ് ഒക്കെ പേഴ്സണലി എനിക്ക് തോന്നിയിട്ടുള്ളൊരു കാര്യം എന്ന് പറഞ്ഞാൽ, നമ്മൾ എല്ലാ കുട്ടികളെയും ഫോഴ്സ്ഫുള്ളി പബ്ലിക് സ്പീക്കിങ്ങിന് വേണ്ടി നിർബന്ധിക്കേണ്ട ആവശ്യമൊന്നുമില്ല. സോ അതിൽ ഒരു ഈ പെർഫോമൻസ് ഉള്ള ഒരാളാണെന്നുണ്ടെങ്കിൽ അതൊന്നുകൂടി നമുക്ക് ബ്രഷപ്പ് ചെയ്യാൻ വേണ്ടി അവർക്ക് നല്ലൊരു കോച്ചിങ് കൊടുക്കാം. ഇനി തീരെ ഇല്ലാത്തൊരു കുട്ടിയാണെങ്കിൽ കുറച്ചൊക്കെ ഇമ്പ്രൂവ്മെൻറ്റ് വേണ്ടി നമുക്ക് ഇത്തരം കോഴ്സിലേക്ക് കൊടുക്കാം. ഒരിക്കലും നമ്മൾ ചിലപ്പോൾ അച്ഛനോ അല്ലെങ്കിൽ ടീച്ചറോ അല്ലെങ്കിൽ ഒരു നന്നായിട്ട് സംസാരിക്കുന്ന ഒരാളായിരിക്കാം, കുട്ടിക്ക് ചിലപ്പോൾ കുറച്ചൊരു ഇൻട്രോവേർട്ട് ആയിരിക്കാം. സോ കുട്ടിക്ക് ചിലപ്പം ഒരു സ്റ്റേജ് ഫിയറൊക്കെ നന്നായിട്ടുണ്ടാവും, ആളുകളുടെ മുമ്പിൽ സംസാരിക്കാനുള്ള കഴിവൊന്നും ഉണ്ടാവില്ല. സോ ഫോഴ്സ്ഫുള്ളി ഈ കുട്ടി ഒരു പബ്ലിക് സ്പീക്കർ ആക്കാൻ വേണ്ടിയിട്ട് ഒരു കോഴ്സിലേക്ക് തള്ളിവിടുന്നതിൻ്റെ ഫലമായിട്ട് ചിലപ്പോൾ കുട്ടിയുടെ ഉള്ളിൽ ഒരു കോംപ്ലക്സ് ചിലപ്പോൾ ഡെവലപ്പ് ചെയ്യാം. അപ്പോൾ എനിക്കത് പേഴ്സണലി ഒരു കാര്യമാണ്. നിങ്ങൾക്ക് അതിൽ താല്പര്യമുള്ള കുട്ടിയാണെങ്കിൽ, പാരൻസും താല്പര്യമുണ്ടെങ്കിൽ അത്തരം നമ്മൾ സ്കിൽ ഡെവലപ്മെൻറ്റ് കോഴ്സുകൾ ധാരാളമുണ്ട്, പേഴ്സണാലിറ്റി ഡെവലപ്മെൻറ്റ് കോഴ്സുകളൊക്കെ ധാരാളമുണ്ട്, അതിലേക്ക് നമുക്ക് കൊണ്ടുവരാൻ പറ്റും. സോ ഇത്തരത്തിൽ സ്റ്റുഡൻസിനും ഞാൻ പറഞ്ഞ കോഴ്സുകളൊക്കെ തന്നെ ഒരു +2 ലെവലിൽ വരെയുള്ള കുട്ടികൾക്ക് ഉപയോഗപ്പെടുന്ന കോഴ്സുകളാണ്. അതിന് മുകളിലുള്ള കോഴ്സുകളാണെങ്കിൽ കുറച്ചുകൂടെയൊക്കെ നമ്മൾ സ്കിൽ ബേസ്, ജോബ് ഓറിയൻ്റ് ആയിട്ടുള്ള കോഴ്സുകളാണ് സെലക്ട് ചെയ്യേണ്ടത്. പക്ഷേ ഒരു 12th വരെയുള്ള കുട്ടികൾക്ക് ഇത്തരത്തിലുള്ള കോഴ്സുകൾ സെലക്ട് ചെയ്ത് ഈ ഒരു വെക്കേഷൻ ക്ലാസ് വളരെ പ്രൊഡക്റ്റീവായിട്ട് നമുക്ക് കൊണ്ടുപോകാൻ പറ്റും. സോ ഇത്തരത്തിലുള്ള ഏതെങ്കിലും കോഴ്സുകളെ കുറിച്ചിട്ടോ, അത് ചെയ്താലുള്ള അതിൻ്റെ മെച്ചങ്ങളെ കുറിച്ചിട്ടോ, അതല്ലെങ്കിൽ അത് അവരുടെ ഭാവിയിൽ എന്തെങ്കിലും കൂടുതലായിട്ട് ഉപയോഗപ്പെടുമോ, അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. ചില ഇൻസ്റ്റിറ്റ്യൂഷൻസുമായിട്ടൊക്കെ നമുക്ക് കണക്ഷൻസ് ഉണ്ട്. അപ്പോൾ ജെന്യൂൻ ആയിട്ട് ഇൻസ്റ്റിറ്റ്യൂഷൻസുമായി ബന്ധപ്പെട്ടുള്ള കൗൺസിലിങ്ങിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് ധൈര്യപൂർവ്വം വിളിക്കാം. ഇത്തരത്തിലുള്ള ഇൻഫർമേഷൻ വീണ്ടും ലഭിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങളെ ഫോളോ ചെയ്യുക. മറ്റൊരു ഇൻഫർമേഷനുമായിട്ട് വീണ്ടും കാണാം. അതുവരേക്കും നന്ദി, നമസ്കാരം.